അവസാനം റോമൻ റെയിൻസും നമ്മുടെ ജോൺ സീനയെ പോലെ തന്നെ ആയിട്ടുണ്ട്. അതായത് റോമൻ റെയിൻസ് WWE വിട്ട് പോകുന്ന കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റോമൻ റെയിൻസ് തന്റെ റിട്ടയർമെന്റ് അറിയിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നോക്കാം. അതുകൂടാതെ റോമൻ റെയിൻസിനെ ഇപ്പോൾ അവിടെയുള്ള ഫാൻസ്, അതായത് അവരുടെ അവിടെയുള്ള ഫാൻസ് ഭയങ്കരമായി കളിയാക്കുന്നുണ്ട്. അതായത് റോമൻ റെയിൻസിനെ എതിർത്തുകൊണ്ട് ഇപ്പൊ മുന്നോട്ടെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് റെസൽമേനിയയിൽ ബൂ ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോ എന്നറിയില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ന്യൂസാണ് മെയിനായിട്ടും നോക്കാൻ പോകുന്നത്. അതിനേക്കാൾ മുൻപായിട്ട് റെസൽമേനിയ നൈറ്റ് 1ഉം റെസൽമേനിയ നൈറ്റ് 2ഉം ഓപ്പണിംഗ് മാച്ച് ഏതായിരിക്കും എന്ന് പറയാം. അതായത് മെയിൻ ഇവന്റ് മാച്ച് നമുക്കറിയാം റോമൻ സെത്ത് പങ്ക് ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ചും രണ്ടാമത്തെ മെയിൻ ഇവന്റിൽ സീന കോഡി ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചുമാണ് എന്ന്. എന്നാൽ ഓപ്പണിംഗ് മാച്ച് ഏതാണെന്ന് പറയാം. ഫസ്റ്റ് നൈറ്റ് 1ൽ ഓപ്പണിംഗ് മാച്ച് ആയിട്ട് നടക്കാൻ പോകുന്നത് ജെയുസോ വേഴ്സസ് ഗന്തർ, ഇവർക്ക് തമ്മിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ്. നൈറ്റ് 2വിൽ ഓപ്പണിംഗ് മാച്ച് ആയിട്ട് നടക്കാൻ പോകുന്നത് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ്. ഇയോ സ്കൈ, റിയ റിപ്ലി, ബിയാങ്ക ബെല്ലർ ഇവർക്കുള്ള ട്രിപ്പിൾ ത്രെഡ് മാച്ച്. പിന്നെ റെസൽമേനിയ മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല എങ്കിൽ കാണുക. പിന്നെ റെസൽമേനിയ നൈറ്റ് 1ൽ അതായത് CM പങ്ക് റെസൽമേനിയയിൽ ആദ്യമായിട്ടാണ് മെയിൻ ഇവന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ഇവന്റ് മാച്ചിന് CM പങ്ക് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ എൻട്രൻസ് കാണാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ CM പങ്കിന്റെ തീം മ്യൂസിക് ലൈവായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്, അതായത് മുൻപ് റോമന്റെ ഒക്കെ തീം മ്യൂസിക് വന്നതുപോലെ. അപ്പോൾ അത്തരത്തിൽ ഒരു സ്പെഷ്യൽ എൻട്രൻസ് ആണ് CM പങ്കിനുള്ളത്. പിന്നെ റെസൽമേനിയയ്ക്ക് ശേഷം ഒരു റൂമർ പ്ലാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതത്ര സെറ്റായിട്ടുള്ള പ്ലാനായിട്ട് തോന്നിയില്ല. അതായത് AJ സ്റ്റൈൽ വേഴ്സസ് കെരിൻ ക്രോസ് ഇവരുടെ മാച്ച് റെസൽമേനിയയ്ക്ക് ശേഷവും കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് റൂമറായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വക പ്ലാനൊക്കെ കയ്യിലുണ്ടെങ്കിൽ AJ സ്റ്റൈൽസിന് ലോഗൻ പോൾ തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അവസാനം കെരിൻ ക്രോസ് എങ്ങാനും വന്നുകൊണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പ്രഡിക്ഷൻ മാറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയും ഒരു പ്ലാൻ ഉണ്ട്, അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നടക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം കഴിഞ്ഞ വർഷവും AJ സ്റ്റൈൽ തോറ്റു, ഈ വർഷം തോൽക്കുന്നത് കാണാൻ താല്പര്യമില്ല. ഇനി റോമൻ റെയിൻസിനെ പറ്റി പറയാം. അതായത് റോമൻ റെയിൻസ് ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് തൻ്റെ റിട്ടയർമെന്റിനെ പറ്റിയാണ്. അതായത് റെസൽമേനിയ 42 വരേക്കും തനിക്ക് WWE കോൺട്രാക്ട് ഉണ്ട് എന്നും അതുകൊണ്ട് റെസൽമേനിയ 42 വരെ താൻ കണ്ടിന്യൂസ് ആയി വരുമെന്നും റെസൽമേനിയ 42ലും മാച്ച് എല്ലാം ചെയ്യുമെന്നും. എന്നാൽ റെസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസ് അധികം WWE ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റെസൽമേനിയ 42 കഴിഞ്ഞാൽ ഏകദേശം 2 വർഷത്തേക്ക് മാത്രമേ താൻ WWE വർക്ക് ചെയ്യൂ എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനുശേഷം വർക്ക് ചെയ്യാനായിട്ട് താൻ ഫിസിക്കലി സെറ്റ് ആവില്ല എന്നാണ് റോമൻ റെയിൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2028 കൂടിയിട്ട് റോമൻ റെയിൻസ് WWE വിട്ട് പോകും. ഇതിപ്പോൾ റോമൻ റെയിൻസ് തന്നെ പറഞ്ഞതുകൊണ്ട് കൺഫേം ആയിട്ടുണ്ട്. ഇതിന് മുൻപും WWE വിട്ട് പോകുന്ന കാര്യത്തെ പറ്റി റോമൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവരെല്ലാം സംസാരിച്ചാണ് അതെല്ലാം നീട്ടി കൊണ്ടുപോയിട്ടുള്ളത്. ഇനി 2028 വിട്ട് നീട്ടാനൊന്നും ചാൻസ് ഇല്ല. ഇതോടുകൂടി റോമൻ റെയിൻസ് WWE വിട്ട് പോകും, അതായത് 2028. അപ്പോൾ അടുത്ത വർഷം കോൺട്രാക്ട് തീരുന്ന സമയത്ത് ഒരു ചെറിയ മൾട്ടി ഇയർ കോൺട്രാക്ട് മാത്രമാണ് സൈൻ ചെയ്യുക. അങ്ങനെ 2028 റോമൻ WWE വിട്ട് പോകും. പിന്നീട് ജോൺ സീനയൊക്കെ വരുന്നത് പോലെ വർഷത്തിൽ ഒരു മാച്ചോ അല്ലെങ്കിൽ വളരെയധികം ഗ്യാപ്പിട്ടൊക്കെ ആയിരിക്കും WWE വരിക. പിന്നീട് റോമൻ റെയിൻസ് പോയതിനു ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അതായത് റോമൻ റെയിൻസും സീന റോക്ക് ഇവരുടെ പോലെ സിനിമയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് റോമൻ റെയിൻസ് എപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് തോൽക്കുന്നു ആ സമയത്ത് പോകും എന്നാണ്. പിന്നീട് ഇവരെല്ലാം സംസാരിച്ചാണ് ഇതിപ്പോൾ 2028 വരെ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ റോമൻ റെയിൻസ് എന്തായാലും 2028 WWE നിന്നും വിരമിക്കും, ഇത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ റോമൻ റെയിൻസിനെ എന്തുകൊണ്ടാണ് അവരുടെ അവിടെയുള്ള ഫാൻസ്, അതായത് നമ്മുടെ ഇവിടെയുള്ള ഫാൻസ് അല്ല അവരുടെ അവിടെയുള്ള ഫാൻസ് എന്തുകൊണ്ടാണ് വെറുക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ റോമൻ റെയിൻസ് തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതുകൊണ്ടാണ്. അതായത് ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്താണ് അവിടെയുള്ള ഫാൻസിന് ഭയങ്കരമായിട്ടും ദേഷ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് റെസൽമേനിയയിൽ റോമൻ വരുമ്പോൾ ബൂ ചെയ്യുമോ ചിയർ ചെയ്യുമോ എന്നൊക്കെ കണ്ടറിയാം. അതുപോലെയുള്ള അവസ്ഥയായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. റോമൻ റെയിൻസ് അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെ നമ്മൾക്കും പറയാൻ സാധിക്കും. നമ്മൾക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത് നമ്മൾക്കും തുറന്ന് പറയാം. അപ്പോൾ അത് തന്നെയാണ് റോമൻ റെയിൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കാരണമാണ് റോമൻ റെയിൻസിനോട് ഇത്ര വെറുപ്പ് വന്നിട്ടുള്ളത്. ഇതിന്റെ എന്തെങ്കിലും റെസൽമേനിയയിൽ കാണുമോ എന്ന് നോക്കാം. എന്നാൽ പകുതി മുക്കാലും ഫാൻസ് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കും ഉള്ളതാണ്, റോമൻ അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അതിൻ്റെ പേരിൽ ഇങ്ങനെ കളിയാക്കേണ്ട അല്ലെങ്കിൽ വെറുക്കേണ്ട എന്നൊക്കെയാണ് പകുതി ഫാൻസും പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. റോമൻ റെയിൻസ് ഇങ്ങനെ ഇപ്പോൾ
ഒരവസ്ഥയിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. പിന്നെ റോമൻ റെയിൻസ് വിരമിക്കാൻ പോകുന്നതിനെ പറ്റിയും നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.